അഞ്ജന മാഡത്തിലേക്ക് എത്തുമ്പോൾ മാഡത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും എൻ്റെ വീട്ടിലെടുത്ത് പറയാനില്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമൊന്നുമുള്ള അച്ഛനും അമ്മയും ഒന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം മാഡം പറഞ്ഞതുപോലെ വീട്ടിൽ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയുന്നതും കൂടെ കേൾക്കാൻ അവർ തയ്യാറായിരുന്നു ആ കാലത്ത്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളാണ് കൂടുതൽ നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അന്നൊന്നും അങ്ങനെയല്ല. പക്ഷെ അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു. അച്ഛനൊരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ രാവിലെ ഹോട്ടൽ തുറക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല, എഴുന്നേക്കണം. അപ്പോൾ ആ സമയത്ത് ഹോട്ടലിലേക്ക് ആളുകൾ വരും, പത്രം വരും. പത്രം എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ കേൾക്കണം. ഇഷ്ടം അന്ന് അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ഇവരൊക്കെ വന്നിരുന്ന് ഈ പത്രത്തിലെ വാർത്തകൾ കണ്ടിട്ട് എന്താ പറയുന്നത്, അപ്പോൾ ആ മാമൻ്റെ അഭിപ്രായം എന്തായിരിക്കും, അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ മാമൻ എന്തായിരിക്കും പറയാനുണ്ടാവുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ചുറ്റും നടക്കുന്നതിനൊക്കെ എനിക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്ന ഒരു ബാല്യകാലം സ്വാഭാവികമായും നമ്മുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനെയും രൂപീകരിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും, അതിനെക്കുറിച്ച് സംസാരിക്കൂ അല്ലെങ്കിൽ പ്രസംഗിക്കൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പതുക്കെ മനസ്സിലായി മറ്റു കുട്ടികൾ പലയിടത്തും വിമുഖത കാണിക്കുന്നിടത്ത് ആ ഒരു വിമുഖത പലപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല. അതും പൊതുരംഗത്തേക്ക് വരുന്നതിനുള്ള ഒരു കാൽവയ്പ്പാണെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് പ്രീ ഡിഗ്രി കാലത്തിലെത്തി. അപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമൊക്കെ രൂപീകൃതമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും ഞാനിങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രീ ഡിഗ്രി കാലഘട്ടമാണ് എന്നിലുള്ള രാഷ്ട്രീയ ബോധത്തിനെ ശരിക്കും അടിയുറപ്പിച്ചത്. അവിടെ ഞാൻ ABVP പ്രവർത്തകയായി. ABVP പ്രവർത്തക എന്ന് പറയുമ്പോൾ സജീവമായിട്ടുള്ള പ്രവർത്തനമൊന്നുമില്ല. ആ പ്രവർത്തനത്തിലേക്കും പോകാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഒരേ സമാന സ്വഭാവം അല്ലെങ്കിൽ സമാന ചിന്താഗതിയായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നപ്പം ABVP പരിപാടികളിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ശക്തമായ ഒരു സാമൂഹ്യ ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ കേരള ലോ അക്കാഡമിയിൽ LLBക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ABVP സജീവ പ്രവർത്തകയായി. ആ സമയത്താണ് +2 അല്ലെങ്കിൽ +2 കൊണ്ടുവരുന്നു പ്രീ ഡിഗ്രിയുടെ ഡീലിങ്കിങ് ഉണ്ടാവുന്നത്. അപ്പം അതിൽ അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സമരം ABVP നടത്തി. അപ്പം എനിക്ക് തോന്നുന്ന ഏതാണ്ട് ചരിത്രത്തിൽ വളരെ ശക്തമായിട്ട് പെൺകുട്ടികളെ പോലീസ് തല്ലിച്ചതച്ച ഒരു സമരമായിരുന്നു ആ പ്രീ ഡിഗ്രി സമരം എന്ന് പറയുന്നത്. അപ്പം അന്ന് പോലീസിൻ്റെ അടി കൊള്ളേണ്ടി വന്നു. അപ്പം അടി കൊണ്ട സമയത്ത് കരയണം എന്നല്ല, മറിച്ച് മുദ്രാവാക്യം വിളിക്കണം എന്നാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ അതോടുകൂടി എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി എൻ്റെ വഴി ഇതാണ്. കാരണം എനിക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്നു, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലം കുടുംബത്തിൽ ഇല്ലെങ്കിൽ പോലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെയാണ് എന്ന് എനിക്ക് തീരുമാനമെടുത്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് പുറകോട്ട് പോയാൽ ഞാൻ അസ്വസ്ഥയാണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പലതിനെയും കണ്ടുകൊണ്ട് നിൽക്കുമ്പം എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് അതിനകത്ത് ഇറങ്ങി അതിനകത്ത് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത്. അപ്പോൾ അതൊരു മാനുഷികമായിട്ടുള്ള ഒരു വികാരമായിട്ട് എന്നിലങ്ങ് മാറി. അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തക, സാമൂഹിക പ്രവർത്തകയായിട്ട് രൂപപ്പെട്ടു വന്നു.